കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് മകൻ ബിനീഷ് അറസ്റ്റിലായത്. അന്ന് അത് വ്യക്തിപരമായ പ്രശ്നമെന്ന നിലയിലാണ് കോടിയേരിയും പാർട്ടിയും കണ്ടത്. ബിനീഷിനെ ന്യായീകരിക്കാൻ കോടിയേരി പാർട്ടിയെ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ ബിനീഷിനെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയായില്ല. കേസ് ശക്തിപ്പെട്ടപ്പോൾ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നുവെന്നതും ചരിത്രം. CPM-നകത്ത് രണ്ട് നീതിയുണ്ടോ എന്ന് സ്വാഭാവികമായും ആളുകൾ സംശയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കോടിയേരിയുടെ മക്കൾക്കെതിരെ, അത് ബിനോയ് ആകട്ടെ ബിനീഷ് ആകട്ടെ, ആരോപണങ്ങൾ വന്ന സമയത്ത് കോടിയേരി എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാട് എൻ്റെ മക്കൾ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാൻ അദ്ദേഹം നിർബന്ധിതനായിട്ടുണ്ട്. വീണയ്ക്കെതിരെ ആരോപണമുയർന്നപ്പോൾ മുതൽ സംസ്ഥാന നേതൃത്വം ഒന്നാകെ പ്രതിരോധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വീണയോ വീണയുടെ കമ്പനിയോ അല്ല, CPM സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളുമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിനു വേണ്ടി വാദമുഖങ്ങൾ ഉയർത്തുന്നത്. രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും പരിശീലിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയമായ നീക്കാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന വലിയ രാഷ്ട്രീയ പോരാട്ടം മുന്നിൽ നിൽക്കെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പ്രതിപക്ഷത്തിന് മറുപടി പറയാൻ ആളും സമയവും കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് പാർട്ടി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.